ഹലോ ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് പറ്റിയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അബദ്ധമായിട്ടാണ്. സാധാരണ എന്നോട് ആരെങ്കിലും റെഡ് വെൽവെറ്റ് ചോദിച്ചാൽ ഞാൻ മാക്സിമം അത് ഒഴിവാക്കാറാണ്. ഞാൻ പറയും ഇതിൽ കുറച്ച് കളറ് കൂടുതലായിട്ട് യൂസ് ചെയ്യണം, പിന്നെ അഥവാ സ്പഞ്ച് കളറ് കിട്ടിയില്ലെങ്കിൽ വീണ്ടും കളർ യൂസ് ചെയ്യും. അപ്പോൾ അത് വേണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഏതായാലും മാഷാ അല്ലാ എനിക്ക് ഒരുപാട് കളർ യൂസ് ചെയ്യാതെ തന്നെ നല്ല റെഡ് വെൽവെറ്റ് കിട്ടുന്നുണ്ട്, റെഡ് കളർ കിട്ടുന്നുണ്ട്. അതേതായാലും ഇന്ന് നമുക്ക് 2.5 കിലോ റെഡ് വെൽവെറ്റാണ് ചെയ്യാനുള്ളത്. എനിക്ക് ആക്ച്വലി ഒരേ ഫ്ലേവറിലുള്ള കേക്ക് 2 3 ഒക്കെ വരുന്നത് നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മൾ നല്ല ഓർഡർ നല്ലോണം ഉള്ള ആളായതുകൊണ്ട് എനിക്ക് എപ്പോഴും ആ ഭാഗ്യം അങ്ങോട്ട് കിട്ടാറില്ല എന്ന് മാത്രം. അപ്പോൾ ഏതായാലും ഞാൻ ഓവൻ ഓണാക്കിയല്ലോ വെച്ചിട്ട് കുറച്ച് ടീ കേക്കും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്കൊരു 1.5 കിലോ റെക്റ്റാങ്കുലർ കേക്കും ഒരു 1 kg റെഡ് വെൽവെറ്റ് റൗണ്ടുമാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ റെക്റ്റാങ്കുലർ 1.5 കിലോ കിട്ടാൻ വേണ്ടിയിട്ട് 1.5 കിലോ സ്പഞ്ച് ചെയ്തിട്ട് 1.5 കിലോൻ്റെ ടിന്നിൽ സ്പഞ്ച് ചെയ്തിട്ട് അത് 4 ലെയറാക്കിയിട്ട് 2 ലെയർ ഇങ്ങനെ നിരത്തി വെക്കും, മേലെ 2 ലെയറും നിരത്തി വെക്കും. റെക്റ്റാങ്കുലർ ബോർഡിലേക്ക് നിരത്തി വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല സൈസ് കിട്ടും കേക്ക്. അത് സ്കൂളിലേക്കുള്ളതായതുകൊണ്ട് കുറേ ആൾക്കാർക്ക് കട്ട് ചെയ്യാനുള്ളതായതുകൊണ്ട് അങ്ങനെ ചെയ്യായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരേ ഫ്ലേവറിൽ 2 3 കേക്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെ നിരത്തി വെച്ചിട്ട് ഒരു കേക്ക് ചെയ്യുന്ന പണി കൊണ്ട് തന്നെ 2 3 കേക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് അപൂർവമായിട്ടേ അങ്ങനെ അവസരം കിട്ടാറുള്ളൂ. അങ്ങനെ ഏതായാലും നമ്മളെ കേക്ക് ഇങ്ങനെ രണ്ടും കൂടെ ഒരുമിച്ച് ക്രം കോട്ട് ചെയ്തൊക്കെ വെച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞ് കുറേ കാലമായിട്ട് എനിക്ക് ഇപ്പോൾ ഇൻട്രസ്റ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു. എന്താണ് നമ്മുടെ സ്റ്റിക്കുമ്മൽ വെച്ചിട്ട് ഒരു കുഞ്ഞ് ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോ. അപ്പോൾ ആ ഫ്ലവർ വെക്കാമെന്ന് കരുതി ഞാൻ ഇങ്ങനെ ചിത്രമൊക്കെ വരച്ച് കൊണ്ടുവന്ന് ഫ്ലവറൊക്കെ വെച്ച് ഈ ഒരു ബോർഡിൽ കണ്ടോ കളറ് പോയി എടുക്കുന്നത്. അപ്പോൾ അവിടെ അത് മറക്കാനായിട്ട് അവിടെയും എന്താണ് നീല ക്രീമിട്ട് അവിടെയൊക്കെ ഫില്ല് ചെയ്ത് എല്ലാം കഴിഞ്ഞ ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത് കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കാനുള്ളതായതുകൊണ്ട് കളറ് തൊടരുണ്ട കേട്ടോ എന്ന് പറഞ്ഞത്. എന്ത് ചെയ്യാനാ, നമ്മളെ കുഞ്ഞ് നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ ഫ്ലവർ കാണാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ. പക്ഷേ നമ്മൾ സാധാ ഫ്ലവർ നെയിൽ ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു സ്റ്റിക്കുമ്പോൾ ചെയ്യണം, ജസ്റ്റ് ഒന്ന് അവിടെ വെച്ച് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പം എന്ത് ചെയ്യാനോ ലാസ്റ്റ് ഞാൻ ഈ കളറായ ക്രീമൊക്കെ എടുത്ത് കളഞ്ഞിട്ട് പ്യുവർ വൈറ്റാക്കി മാറ്റി ആ കേക്ക്. അപ്പോൾ വൈറ്റാക്കി നമ്മൾ പിറ്റേന്ന് രാവിലെ മറ്റേ കേക്ക് കൊടുക്കാണ്ടായിരുന്നു. കുട്ടികളെ സ്കൂൾ പറഞ്ഞേക്കലെല്ലാം കൂടി ഹറി ബറി ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് ഈ കളർ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ കാര്യം ഓർമ്മയായത്. പിന്നെ ഈ കേക്ക് ഞാൻ എന്ത് ചെയ്യണം, എന്ത് ഡിസൈൻ കൊടുക്കണം എന്നൊരു ഐഡിയ ഇല്ലാണ്ടായി സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ജസ്റ്റ് കിട്ടിയൊരു ഡിസൈൻ അങ്ങോട്ട് കൊടുത്തിട്ട് ഫിനിഷ് ചെയ്ത് കൊടുക്കുകയായിരുന്നു. അപ്പോൾ ഏതായാലും കേക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടു. അവർ പറഞ്ഞ പോലെ തന്നെ കളറൊന്നും ഇല്ലാണ്ട് കിട്ടി. ഞാൻ അവരെ വിളിച്ച് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്, ഞാൻ പിന്നെ മാറ്റി കളറില്ലാണ്ട് ആക്കിയതാണ് കേട്ടോ എന്ന്, കളറൊക്കെ എടുത്ത് ഒഴിവാക്കിയതാണെന്ന്. അപ്പോൾ ഇങ്ങനത്തെ അബദ്ധം പറ്റിയ ബേക്കേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം, എന്നെപ്പോലുള്ളവരും ഉണ്ടെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഈ ഒരു കേക്കിന് നേരെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ആക്കിയ ശേഷമാണ് അവർക്ക് ഡെലിവറി ചെയ്തത്. അപ്പോൾ അന്ന് തന്നെ നമുക്ക് ഈ ഒരു കേക്കും കൂടെ ആയിരുന്നു കൊടുക്കാണ്ടിരുന്നത്. ഈ വർഷത്തെ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ കഴിഞ്ഞിട്ട് എനിക്കാകെ ഒരു 5 6 ഓർഡേഴ്സ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. എന്താണെന്നറിയില്ല, നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ. എന്നെങ്കിലും എൻ്റെ മാവും പൂക്കുമെന്ന് കരുതിയുണ്ട്. നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.